Hello team members, Assalamu alaikum, good morning, hope you are doing well, get Ami here. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ടോപ്പിക്കാണ് കേട്ടോ. ഇന്നത്തെ ടോപ്പിക് പറഞ്ഞത് മാതാപിതാക്കൾ, പാരൻസ്. മാതാപിതാക്കൾ എന്ന് പറയുന്ന സമയത്തിന് നമ്മൾ ഉള്ളിൽ നിന്ന് ആ ഒരു വേർഡ് ഹാർട്ട്ഫുൾ ടച്ച് വരാറുണ്ടല്ലേ. ഇന്ന് എത്രയോ മാതാപിതാക്കളെ കണ്ണീര് നമ്മൾ എവിടെയൊക്കെയോ കാണാറുണ്ടല്ലേ. മാതാവിൻ്റെ സ്നേഹം, മാതാവിൻ്റെ മാതൃത്വം അതറിയുന്നതാണ് നമ്മളെ പൊന്നോമന മക്കൾ. അവരെവിടെയൊക്കെയോ ഓരോ രാജ്യത്ത് ജോലി ചെയ്യുന്ന ടീം മെമ്പേഴ്സും നമ്മളെ കൂടെയുണ്ട്. നാട്ടിലായിക്കോട്ടെ വിദേശത്തിലായിക്കോട്ടെ. ഒരു കാര്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഉമ്മ എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് എന്നെ ഇവിടം വരെ എത്തിയിട്ടുണ്ടായത്. അല്ലെങ്കിൽ ഉപ്പ എനിക്കൊരു ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പാൻ്റെയോ ഉമ്മാൻ്റെയോ പ്രാർത്ഥന കൊണ്ടാവാം ഇന്ന് ഞാൻ ഈ ഒരു ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ടാവല്. എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ച ഒരു സംഭവം ഇതായിരുന്നു. എനിക്ക് എവിടെയും ഉത്തരം കിട്ടുന്നില്ല, എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻസ്? അന്നേരം റബ്ബ് പറയാറുണ്ട്, മൂസ തൻ്റെ മാതാവിനോട് പോയിട്ട് പറയണം, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, പ്രയാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടെന്ന് പറയുമ്പോൾ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അവരാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്ര വരെ നമ്മൾ ഉയർത്തിയതാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയോ? അത് ജോലി സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന എന്തെങ്കിലും ആകാം, നമ്മൾ എന്തുമായിക്കോട്ടെ, അവർക്ക് ഒന്നില്ലെങ്കിൽ അവർക്ക് ആ ഒരു സംഭവം നമ്മളെ കൈകളിലേക്ക് എത്തിക്കുക. അവർക്ക് സ്പെഷ്യലായിട്ട് ഒരുപാട് കാര്യം വരാറില്ലേ, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, സർപ്രൈസ് ഗിഫ്റ്റ്, ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ കൊടുക്കണം. ആദ്യം നമ്മളെ കണ്ടത് മാതാപിതാക്കളാണല്ലോ. മാതാവിനെയും പിതാവിനെയും നമ്മൾ ആദ്യം കണ്ടത്. അവരൊരിക്കലും നമ്മളെ കണ്ണീരിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ അനുവദിക്കാനേ പാടില്ല. ഇന്ന് മുതൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത്, നമ്മൾ നെഞ്ചോട് ചേർത്ത് അവർക്കൊരു ഹഗ് കൊടുത്ത്, എന്തെങ്കിലും ഒരു വാക്ക് കൊണ്ടോ ഒരു വേദന കൊണ്ടോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവരോട് നമ്മൾ പൊരുത്തപ്പെടണം എന്ന് നമ്മൾ പറയുക. ഇൻഷാ അല്ലാഹ് എല്ലാ മാതാപിതാക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഉയർച്ച വന്നുകൊണ്ടേയിരിക്കട്ടെ. കൂടെ ആമി ടോക്കും ടീം മെമ്പേഴ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഇറ്റ്സ് മീ ഗേറ്റ് ആമി ടോക്ക്. താങ്ക് യു സോ മച്ച്. ബൈ.